ചിറയൻകീഴ് മണ്ഡലം പിടിക്കാൻ BJP രംഗത്തിറക്കിയിരിക്കുന്നത് BS അനൂപിനെയാണ്. BS അനൂപ് ഇപ്പോൾ നമ്മളോടൊപ്പം അമൃത ടിവിയോടൊപ്പം ചേരുകയാണ്. പ്രചരണമൊക്കെ ഏതുവരെയായി? ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. വളരെ നല്ല രീതിയിൽ, വളരെ നമ്മുടെ എല്ലാം മനസ്സ് സംതൃപ്തിയോടുകൂടിയാണ് ഈ പ്രചരണ പരിപാടി മുന്നോട്ട് പോകുന്നത്. നിങ്ങൾ കുറച്ച് സമയമെങ്കിലും എന്നോടൊപ്പം ഉണ്ടായിരുന്നു. എന്നെ അറിയുന്ന ആളുകൾ നമ്മളോട് കാണിക്കുന്ന സ്നേഹം നിങ്ങൾ കണ്ടതാണ്. ഇവിടെയുള്ള ആർക്കും എൻ്റെ പരിചയപ്പെടുത്തി കൊടുക്കേണ്ട ആവശ്യമില്ല. അവർ എല്ലാ വർഷവും എല്ലാ ദിവസവും എന്നെ കാണുന്നവരാണ്. അപ്പോൾ ഈ നാട്ടിൽ ജനിച്ചു വളർന്ന് ഈ നാട്ടിൽ പൊതുപ്രവർത്തനം നടത്തി അവരോടൊപ്പം അവരുടെ സുഖദുഃഖങ്ങളിൽ അവരുടെ സന്തോഷങ്ങളിൽ എക്കാലവും കൂടെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് ഒരു സംശയവുമില്ല, ഭാരതീയ ജനതാ പാർട്ടിയുടെ എല്ലാവരും നേതാക്കന്മാരും സഹപ്രവർത്തകരും എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കുന്നു. അതുകൊണ്ട് പൂർണ്ണ സംതൃപ്തിയോടുകൂടി ഞാൻ പറയുന്നു, ഈ തെരഞ്ഞെടുപ്പ് കേരളത്തിൽ മാറ്റങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് മുന്നോട്ട് പോകും. ചിറയൻകീഴിൽ താമര വിരിയും. ഈ ഒരു ഇടതുപക്ഷത്തിന്റെ കോട്ടയാണ് ഈ ചിറയൻകീഴ് എന്ന് പറയുന്നത്. അപ്പോൾ അതൊരു വെല്ലുവിളിയായി തുടരുകയാണ്. ഒരു വെല്ലുവിളിയുമില്ല. കഴിഞ്ഞ 3 തവണത്തെ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് നമ്മളൊന്ന് പരിശോധിച്ച് നോക്കിയാൽ മതി. കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ കോൺഗ്രസും BJP തമ്മിലുള്ള വോട്ട് വ്യത്യാസം നേരിയ വ്യത്യാസത്തിൽ മാത്രമാണ് നിൽക്കുന്നത്. കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലെ റിസൾട്ട് പരിശോധിച്ചാലും അത്രയും തന്നെയാണ് നിൽക്കുന്നത്. ഇപ്പോൾ 2 പഞ്ചായത്തിൽ ഭാരതീയ ജനതാ പാർട്ടി അധികാരത്തിലുണ്ട്. അഴൂരും മുതാക്കലും. മംഗലാപുരത്ത് ഒപ്പത്തിനൊപ്പമാണ്. കടയ്ക്കാവൂരും ചിറയൻകീഴും BJPയുടെ വോട്ട് ഷെയർ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. തീരദേശ മേഖലയിൽ പോലും BJPയുടെ വോട്ട് ഷെയർ വർദ്ധിച്ചു വരുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് ഒരു സംശയമില്ല. എന്നെ അറിയുന്നവർ, എന്നോടൊപ്പം എന്നെക്കുറിച്ച് അറിയാവുന്നവർക്കെല്ലാം കൃത്യമായിട്ട് അറിയാം. ഈ തവണ ഞാനെടുത്ത നിലപാടിനൊപ്പം ആണ് ശരി എന്നുള്ളതാണ് ആളുകൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ എവിടെയെങ്കിലും വരുമ്പോൾ ഞാൻ ഈ പാർട്ടി വിട്ടു വന്നതിനെക്കുറിച്ച് ആരെങ്കിലും ചോദിക്കുന്നത് നിങ്ങൾ കണ്ടോ? ഇല്ല. അപ്പോൾ ഞാനൊരു നിലപാടെടുത്തു, ആ നിലപാടിൽ ഉറച്ചു നിന്നു. ആ നിലപാടിൽ ഉറച്ചു നിന്നതിൻ്റെ പേരിൽ എന്നെ ആക്ഷേപിക്കുക, അധിക്ഷേപിക്കുക, ചവിട്ടി പുറത്താക്കുക, അല്ലാണ്ട് ഇത് പറഞ്ഞ ആൾ പറഞ്ഞത് ശരിയാണോ തെറ്റാണോ എന്നൊന്നും ഒരു നേതാക്കന്മാരും ചർച്ചയ്ക്ക് തയ്യാറായില്ല. അപ്പോൾ ആൾക്കാർക്ക് അതൊന്നുമല്ല വിഷയം. ആളുകൾക്ക് വികസന ക്ഷേമ പ്രവർത്തനങ്ങളാണ് അവർ വിശ്വസിക്കുന്നത്. അത് നരേന്ദ്രമോദിയിലൂടെയും BJPയിലൂടെയും മാത്രമേ സാധിക്കൂ എന്നുള്ളത് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഞങ്ങൾ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ തവണ കോൺഗ്രസിൽ നിന്നായിരുന്നു മത്സരിച്ചതെങ്കിൽ ഇത്തവണ BJPയിലേക്ക് ആ മാറ്റത്തെ എങ്ങനെയാണ് കാണുന്നത്? ആ മാറ്റം നിങ്ങളൊന്ന് ആലോചിക്കുക. നമ്മൾ നിന്ന പ്രസ്ഥാനം 26 വർഷം നിന്നൊരു പ്രസ്ഥാനമാണ്. നമ്മൾ ജനപ്രതിനിധിയായിട്ടുണ്ട്. അതുപോലെ സംഘടനാപരമായി ഈ നാട്ടിലെ എല്ലാ വിഷയങ്ങളും നമ്മൾ ഇടപെട്ട് നിന്നിട്ടുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, പട്ടികജാതി സംവരണ മണ്ഡലങ്ങളിൽ ഓരോ വർഷവും നടക്കുന്ന തിരഞ്ഞെടുപ്പിൽ ഓരോ സ്ഥാനാർത്ഥികളാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ ഓരോ വർഷവും ഓരോ സ്ഥാനാർത്ഥികളെ ഇവർ നിശ്ചയിക്കുന്നത്? ഇപ്പോൾ ഈ നിയോജകമണ്ഡലം രൂപീകരിച്ചതിന് ശേഷം കോൺഗ്രസിൻ്റെ 4ാമത്തെ സ്ഥാനാർത്ഥിയാണ്. ആദ്യം മത്സരിച്ച വിദ്യാധരൻ, അദ്ദേഹത്തെ മാറ്റി KS അജിത് കുമാറിനെ കൊണ്ടുവന്നു. KS അജിത് കുമാറിനെ മാറ്റി BS അനൂപിനെ കൊണ്ടുവന്നു. BS അനൂപിനെ മത്സരിച്ചു. കഴിഞ്ഞ തവണ ഇടത് തരംഗത്തിൽ പോലും അഭിമാനകരമായ പോരാട്ടം നടത്താൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. അന്ന് 8 പഞ്ചായത്തിലും കോൺഗ്രസിൽ നാമമാത്രമായ മെമ്പർമാർ മാത്രമേ ഉള്ളായിരുന്നു. എന്നിട്ട് പോലും അഭിമാനകരമായ പോരാട്ടം നടത്താൻ കഴിഞ്ഞു. അപ്പോൾ എനിക്ക് മുമ്പുള്ളവരൊന്നും അവരെ മാറ്റുമ്പോൾ അഭിപ്രായം പറഞ്ഞില്ല. പക്ഷേ ഞാൻ കൃത്യമായ അഭിപ്രായം പറഞ്ഞു. കഴിഞ്ഞ തവണ നമ്മുടെ സംവിധാനത്തിൽ വീഴ്ചയുണ്ടായി, ഇടത് തരംഗമായിരുന്നു. അപ്പോഴും ഈ വോട്ടിൽ എനിക്ക് നിൽക്കാൻ കഴിഞ്ഞെങ്കിൽ കഴിഞ്ഞ 5 വർഷമായി അവരുടെ എല്ലാ പ്രശ്നങ്ങളിലും ഇടപെട്ട് നിൽക്കുന്ന എനിക്ക് ഒരിക്കൽ കൂടി അവസരം തന്നാൽ ആ നിയമസഭാ സീറ്റ് നമുക്ക് തിരിച്ചു പിടിക്കാൻ കഴിയും എന്ന ഉറച്ച വിശ്വാസം എനിക്കുമുണ്ട്. അവിടുത്തെ സാധാ പ്രവർത്തകർക്കും നേതാക്കന്മാർക്കും എല്ലാം ഉണ്ട്. പക്ഷേ പാർട്ടി പറയുന്നു അത് വേണ്ട എന്ന്. നിങ്ങൾ നോക്കിയാൽ ബാക്കിയുള്ള നിയോജക മണ്ഡലത്തിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ 1 വട്ടമോ 2 വട്ടമോ 3 വട്ടമോ തോറ്റ സ്ഥാനാർത്ഥികളെ പോലും UDF പരിഗണിച്ചു. എന്തുകൊണ്ട് സംവരണ സീറ്റിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ, പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ആരും MLA ആയി കടന്നു വരുന്നതിന് ഒരു അംഗീകാരവും കൊടുക്കണ്ട എന്ന് പാർട്ടി തീരുമാനിച്ചതിൻ്റെ ഫലമാണ്. ഇവിടെ 2 നിയോജക മണ്ഡലമാണ്, ആറ്റിക്കലും ചിറയൻകീഴും. എല്ലാ സ്ഥലത്തും ഓരോ തവണ ഓരോ സ്ഥാനാർത്ഥിയാണ്. അത് പരിശോധിച്ച് നോക്കിയാൽ തന്നെ മനസ്സിലാകും കോൺഗ്രസിൻ്റെ മനോഭാവം എന്താണെന്ന്. ഈ രമ്യ ഹരിദാസിനെയാണ് UDF ഇത്തവണ കളത്തിൽ ഇറക്കിയിരിക്കുന്നത്. ഇറക്കിയ സമയത്ത് തന്നെ ഒരു ആരോപണം ഉണ്ടായിരുന്നു, കോൺഗ്രസിലെ ഒരു നേതാവിൻ്റെ പ്രത്യേക താല്പര്യപ്രകാരമാണ് രമ്യ മത്സരിപ്പിക്കുന്നത് എന്നുള്ളത്. അത് ഈ കോൺഗ്രസിലെ തന്നെ ദളിത് നേതാക്കൾ ഉൾപ്പെടെ ചൂണ്ടിക്കാണിച്ചൊരു കാര്യമാണ്. എന്നിട്ടും കോൺഗ്രസ് അതിന് തയ്യാറായിട്ടില്ല എന്നുള്ളതൊരു സംഘടനാ പിഴവല്ലേ? തീർച്ചയായിട്ടും. ദളിത് നേതാക്കന്മാർ മാത്രമല്ല, ഈ നിയോജക മണ്ഡലത്തിൽ കോൺഗ്രസിൻ്റെ 14 മണ്ഡലം കമ്മിറ്റിയുടെ പ്രസിഡന്റുമാരുണ്ട്. 14 മണ്ഡലം കമ്മിറ്റിയുടെ പ്രസിഡന്റുമാരിൽ 12 പേരും എഴുതി ഒപ്പിട്ട് കൊടുത്തതാണ്. ഒരു കാരണവശാലും രമ്യ ഹരിദാസിനെ ഇവിടെ സ്ഥാനാർത്ഥിയാക്കരുത്, ഇവിടെ പ്രാദേശിക വികാരമുണ്ട്, അത് ഇവിടെയുള്ള ഏതെങ്കിലും ഒരു നേതാക്കളെ മത്സരിപ്പിക്കണം, അത് അനൂപിനെ നിങ്ങൾക്ക് മത്സരിപ്പിക്കാൻ കഴിയുന്നില്ല എങ്കിൽ മറ്റു ഒരാളെ ഇവിടുന്നോ ഈ ജില്ലയിൽ നിന്നോ പരിഗണിക്കണമെന്ന് പറഞ്ഞു. ആ മണ്ഡലം പ്രസിഡന്റുമാരോട് പോലും സംസാരിക്കാൻ നേതൃത്വം തയ്യാറായില്ല.
ഇനി ആദ്യം ഉന്നയിച്ച ദളിത് നേതാക്കന്മാർ ഒരാളെ പോലും ഇവർ വിളിച്ച് ഇതുവരെ സംസാരിച്ചിട്ടില്ല. അപ്പോൾ ഇവർക്ക് ഒരു അജണ്ടയുണ്ട്. അത് കേരളത്തിൽ ഐക്യജനാധിപത്യ മുന്നണി മത്സരിക്കുന്ന സംവരണ സീറ്റിൽ ഒരു കാരണവശാലും ഒരു പട്ടികജാതിക്കാരൻ MLA ആയി വരരുത് എന്നവർ ആഗ്രഹിക്കുന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ കഴിഞ്ഞ 2 MLA-മാരായിരുന്നു. ഒന്ന് ഒരു പട്ടികജാതി വർഗവും പട്ടികജാതി വിഭാഗം. ഇതിനു മുമ്പും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. അപ്പോൾ ഇവർക്കാർക്കും സംവരണ സീറ്റ് ജയിക്കണമെന്ന് ഒരു താല്പര്യവുമില്ല. ആ താല്പര്യക്കുറവിനെതിരെയാണ് എൻ്റെ പ്രതിഷേധം. അതിനെതിരെയാണ് എൻ്റെ നിലപാട്. ആ നിലപാടിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നു. ആ നിലപാടെടുത്തതിൻ്റെ പേരിൽ എന്നെ അങ്ങ് ആക്രമിച്ച് കീഴ്പ്പെടുത്താമെന്ന് ഇവർ ആരും വിചാരിക്കേണ്ട. നിങ്ങളെന്ന് ആലോചിക്കുക, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എൻ്റെ അമ്മയായിരുന്നു പ്രചരണായുധം ഇല്ലേ? ആ തെരഞ്ഞെടുപ്പിൽ എൻ്റെ അമ്മയെ ഐക്യജനാധിപത്യ മുന്നണിക്ക് വേണമായിരുന്നു. ഇന്ന് എൻ്റെ അമ്മയെപ്പോലും സോഷ്യൽ മീഡിയയിൽ ആക്ഷേപിക്കുന്ന തരത്തിലേക്കുള്ള പ്രചരണങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഞാനൊരു കാര്യം എന്നെ വ്യക്തിപരമായി ആക്ഷേപിച്ചോ കുഴപ്പമില്ല. പക്ഷേ അതൊരു നിലപാടെടുത്തതിൻ്റെ പേരിൽ, നിലപാടെടുത്താൽ നമ്മൾ പറയുന്ന നിലപാട് ശരിയാണെങ്കിൽ നേതൃത്വം ചർച്ചയ്ക്ക് തയ്യാറാകണം. അല്ലെങ്കിൽ അതിനകത്ത് തിരുത്തലുണ്ടെങ്കിൽ നമ്മളോട് പറഞ്ഞാൽ മതി. എന്തെങ്കിലും കാര്യങ്ങൾ ചർച്ച അങ്ങോട്ട് ചെയ്യാം. പക്ഷേ നിലപാടെടുത്തതിൻ്റെ പേരിൽ ഒരു MP പറയുന്നത് മാത്രമേ ഈ അസംബ്ലിക്കകത്ത് നടക്കൂ, ഈ പാർലമെൻറ്റിനകത്ത് നടക്കൂ എന്നുള്ളത് അതങ്ങ് നിഷ്ഠൂരമാണ്. അടിച്ചേൽപ്പിക്കുക എന്നുള്ളത് അംഗീകരിക്കാൻ കഴിയില്ല. അതിനെതിരെയായിരുന്നു എൻ്റെ പ്രതിഷേധം. അത് ജനങ്ങൾ ചർച്ച ചെയ്തു. ആ ജനങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടാണ് നമ്മൾ ഇത്രയും സ്ഥലത്ത് വന്നിട്ട് ആരും എൻ്റെ പാർട്ടി മാറിയതിനെക്കുറിച്ചൊന്നും അവർ ചർച്ച ചെയ്യാത്തത്. ഈ കോൺഗ്രസിൽ നിന്ന് താങ്കൾ മാത്രമല്ല നിരവധി പേർ ഇതിനോടകം തന്നെ BJP-യിലേക്ക് ചേർന്ന് കഴിഞ്ഞു. അതിനെങ്ങനെയാണ് കാണുന്നത്? കോൺഗ്രസ് എന്ന് മാത്രമല്ല, CPM-ന്റെ MLA-മാരായിരുന്നവർ, നിലവിലെ MLA ആയിരുന്നവർ ഒക്കെ BJP-യിലേക്ക് വരിക. പട്ടികജാതി വിഭാഗത്തിനും മതന്യൂനപക്ഷ വിഭാഗത്തിനും കേരളത്തിൽ രക്ഷയുണ്ട് എങ്കിൽ അത് BJP-യിലൂടെ മാത്രമേ സാധിക്കൂ. അത് ജനങ്ങൾ തിരിച്ചറിഞ്ഞു തുടങ്ങിയെന്നേ. അതുകൊണ്ടാണ് എല്ലാവരും BJP-യിലേക്ക് പോകുന്നത്. അത് ഇപ്പോൾ അതൊരു തെറ്റായ ഒരു വ്യാഖ്യാനമാണ് എല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ എല്ലാവരും ഒരു കുടുംബത്തിലെ അംഗങ്ങളെപ്പോലെ സൗഹൃദമായി നിൽക്കുക. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ മാത്രമാണ് ഈ കുടുംബത്തിൽ വന്ന് കയറിയത്. എത്ര പേരാണ് എന്നോടൊപ്പം ഉള്ളത്? അപ്പോൾ അവർ ഒരു കുടുംബത്തിലേക്ക് ഒരാൾ ക്ഷണിച്ചാൽ അവർ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം അവർ കാണിക്കും. അത് തന്നെയാണ് ഈ പ്രചരണത്തിൻ്റെ ഏറ്റവും വലിയ ആയുധം. രമ്യ ഹരിദാസ് ആലത്തൂർ MP കൂടിയായിരുന്നു. അവിടെ ഒരു വലിയ വിജയം അവരൊരു തവണ നേടിയിരുന്നതാണ്. അപ്പോൾ അതൊരു വെല്ലുവിളി ആകുന്നുണ്ടോ? ആലത്തൂരിൽ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ 1.5 ലക്ഷം വോട്ടിന് വലിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ച് കേരളം മുഴുവൻ ചർച്ച ചെയ്ത ഒരു സഹോദരിയാണ് രമ്യ ഹരിദാസ്. ആ സഹോദരിയുടെ പ്രവർത്തനങ്ങൾ മികച്ചതായതുകൊണ്ടായിരിക്കാം കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ 19 സീറ്റ് കോൺഗ്രസിന് കിട്ടിയപ്പോൾ ആകെ പരാജയപ്പെട്ടു പോയ സ്ഥാനാർത്ഥി രമ്യ ഹരിദാസ് ആയിരുന്നു. അത് എന്തെന്നുള്ളത് ജനങ്ങൾ ചർച്ച ചെയ്യട്ടെ. രണ്ടാമത് ആ സ്ഥാനാർത്ഥിയെ അസംബ്ലി ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു. ബാക്കിയുള്ള എല്ലാ ഉപതെരഞ്ഞെടുപ്പിലും ജയിച്ച കോൺഗ്രസിന് എന്തുകൊണ്ട് അവിടെ പരാജയപ്പെട്ടു പോയി? അവർ പ്രതിദാനം ചെയ്ത ആലത്തൂർ പാർലമെന്റിൽ ഉൾപ്പെട്ടതാണ് ഈ പറഞ്ഞ അസംബ്ലി. അവിടെ പറയുന്നത് ഇപ്പോൾ വോട്ട് ഷെയർ കുറച്ചു എന്നാണ്. എന്തായാലും അവിടെ പരാജയപ്പെട്ട ഉടനെ രമ്യ ഹരിദാസിന് സഹോദരിക്ക് KPCCയുടെ വൈസ് പ്രസിഡന്റ് സ്ഥാനം കൊടുക്കുന്നു. അത് കഴിഞ്ഞ് രാഷ്ട്രീയകാര്യ സമിതിയിലേക്ക് അദ്ദേഹത്തെ നിയമിക്കുന്നു. അപ്പോൾ ഒരാൾക്ക് മാത്രമല്ലല്ലോ ഇത് സംവരണം ചെയ്ത് കൊടുക്കേണ്ടത്, എല്ലാ ആളുകൾക്കും എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കും കൊടുക്കണ്ടേ? അവിടെയാണ് എൻ്റെ ചോദ്യം. അത്തരത്തിലുള്ള ഒരാളെ ഈ ചിറയൻകീഴ് മണ്ഡലത്തിൽ കോൺഗ്രസ് മത്സരിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ അതിനി വേറെന്തെങ്കിലും തരത്തിലുള്ള ഉദ്ദേശങ്ങൾ കാണും? അതിപ്പോൾ ആ കൂടാരത്തിൽ നിന്ന് ഞാൻ എന്തായാലും പോയി കഴിഞ്ഞു. ഇനി അവിടെ നടക്കുന്ന ചർച്ചകൾ എന്താണെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും എൻ്റെ മിക്കവാറും എല്ലാ സുഹൃത്തുക്കളും എന്നെ വിളിക്കുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്. അതെൻ്റെ പ്രതീക്ഷയാണ്. ആ പ്രതീക്ഷ കൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ നിയോജകമണ്ഡലത്തിലെ ജനങ്ങൾ വികസന ക്ഷേമ പ്രവർത്തനങ്ങളാണ് ആഗ്രഹിക്കുന്നത്. അവരത് നടപ്പിലാക്കുന്നത് BJP-യിലൂടെയാണ് എന്നുള്ള ഉറച്ച ബോധ്യം എനിക്കുണ്ട്. ഈ രാജ്യം കണ്ട ഏറ്റവും ഊർജ്ജസ്വലനായ പ്രധാനമന്ത്രി ഈ രാജ്യത്ത് നടപ്പിലാക്കിയ വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ അവരുടെ മുമ്പിലുണ്ട്. അത് അനുകൂലമായി BJP-ക്ക് മാറാത്തത് മാറും. ചിറയൻകീഴ് താമര വിരിയും. എന്തൊക്കെ വിഷയങ്ങളാണ് പ്രചരണത്തിനായിട്ട് മുന്നോട്ട് വയ്ക്കാനുള്ളത്? ചിറയൻകീഴ് നിയോജകമണ്ഡലത്തിൽ എത്രയോ വിഷയങ്ങൾ ചർച്ച ചെയ്യാനുണ്ട്. നമ്മൾ നിൽക്കുന്ന ഈ പ്രദേശം ഉൾപ്പെടെ 10 വർഷം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ സംസ്ഥാനത്ത് അധികാരത്തിലിരുന്നു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കൊപ്പം നിന്ന MLA ആണ് ഈ നിയോജകമണ്ഡലത്തിൽ ഉണ്ടായിരുന്നത്. ഇന്നും നിങ്ങൾ ഈ പ്രദേശത്തുനിന്ന് പോയ കുടിവെള്ളം കിട്ടിയിട്ട് ഇന്ന് 7 ദിവസത്തോളമായി. ഇടത് വലത് മുന്നണികൾ മാറി മാറി ഭരിച്ച ഈ സംസ്ഥാനത്ത് ഒരു ഏറ്റവും മുന്നോക്കം നിൽക്കുന്ന ഒരു നിയോജകമണ്ഡലത്തിൽ കുടിവെള്ളം കൊടുക്കുവാൻ പോലും സാധിക്കാത്ത ഒരവസ്ഥയാണ്. ഒരു ഗവൺമെൻറ് കോളേജ് ഇല്ലാത്ത ഒരേ ഒരു നിയോജകമണ്ഡലം ഉണ്ട് എങ്കിൽ അത് ചിറയൻകീഴ് നിയോജകമണ്ഡലമാണ്. ആരോഗ്യ മേഖലയിൽ ഇത്രയും സ്തംഭനമുണ്ടായ ഒരു നിയോജകമണ്ഡലം ഉണ്ടെങ്കിൽ അത് ചിറയൻകീഴ് നിയോജകമണ്ഡലമാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ചിറയൻകീഴ് താലൂക്ക് ആശുപത്രി ഈ നാട്ടിലെ പാവപ്പെട്ടവർ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന ആശുപത്രിയാണ്. ആ താലൂക്ക് ആശുപത്രിയിൽ കഴിഞ്ഞ ദിവസം 73 കോടി രൂപ ചെലവഴിച്ച് വലിയൊരു ഉദ്ഘാടന മാമാങ്കം നടത്തി. ഇപ്പോഴും ഡയാലിസിസ് ചെയ്യുന്ന രോഗികൾ കിടക്കുന്നത് ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴുന്ന കെട്ടിടത്തിൽ. അത് പൊളിച്ചു മാറ്റണമെന്ന്
ഡിപ്പാർട്ട്മെൻറ്റ് കത്ത് കൊടുത്ത് ആ കെട്ടിടം ഇപ്പോഴും ഡയാലിസിസ് യൂണിറ്റ് പ്രവർത്തിക്കുന്നത്. എന്തുകൊണ്ട് ഈ കെട്ടിടം പൂർത്തീകരിച്ച് ഒന്നുകൊണ്ട് അവരെ അങ്ങോട്ട് മാറ്റാൻ കഴിഞ്ഞില്ല? കിടപ്പ് രോഗികൾക്ക് കിടത്തി ചികിത്സിക്കാൻ കഴിയുന്നില്ല ചിറയൻകീഴ് താലൂക്ക് ആശുപത്രിയിൽ. ആ കെട്ടിടം ഇതുവരെ തുറന്നു കൊടുത്തില്ല. ഒരു അടിസ്ഥാന സൗകര്യവുമില്ലാതെ പുറത്ത് കുറേ പെയിൻറ്റ് മാത്രം ചെയ്തുകൊണ്ട് രോഗികൾക്ക് അവിടെ വന്ന് ചികിത്സ നടത്താനുള്ള ഒരു സൗകര്യം ചെയ്ത് ആ താലൂക്ക് ആശുപത്രി ചെയ്തു കൊടുത്തു. അവിടെ ആകെ ഡോക്ടർമാരില്ല, സ്റ്റാഫില്ല. അത് വലിയ ചർച്ചാ വിഷയമാണ്. ഏറ്റവും കൂടുതൽ കലാകാരന്മാർ ജന്മം നൽകിയ മണ്ണ ചിറയൻകീഴിൻ്റെ മണ്ണ്. പത്മഭൂഷൺ പ്രേം നസീർ ഉൾപ്പെടെ, ഭരത് ഗോപി ഉൾപ്പെടെ, KP ബ്രഹ്മാനന്ദൻ ഉൾപ്പെടെ അങ്ങനെ ഒട്ടനവധി കലാകാരന്മാർ ജനിച്ചു വളർന്ന മണ്ണാണ്. കലാഗ്രാമം പദ്ധതി പ്രഖ്യാപിച്ചു. നിങ്ങൾ ചിറയൻകീഴ് പോയി നോക്കണം. എങ്ങനെയാ അവസാനം തട്ടിക്കൂട്ടി പെയിന്റ് അടിച്ചൊരു ഉദ്ഘാടനം മാത്രം നടത്തി. മുതലപ്പുഴ ഈ കേരളം മുഴുവനും ചർച്ച ചെയ്ത വിഷയമാണ്. മുതലപ്പുഴയിൽ സ്ഥിരം സംവിധാനം, ഡ്രഡ്ജിംഗ് സംവിധാനം വേണമെന്ന് പറഞ്ഞു. ഇന്ന് വരെ നടപ്പിലാക്കാൻ ഗവൺമെന്റിന് കഴിഞ്ഞിട്ടില്ല. ഇനി കാലവർഷം വരാൻ പോകുകയാണ്. എല്ലാവരും പേടിയോടുകൂടി കാത്തു നിൽക്കുക. മത്സ്യബന്ധനത്തിന് കുടുംബത്തെ സംരക്ഷിക്കാൻ ഉപജീവനത്തിന് വേണ്ടി കടലിൽ പോകുന്ന സഹോദരങ്ങൾ തിരിച്ചു വരുവാൻ ആ കുടുംബത്തിൽ ഇരിക്കുന്നവർ കാലവർഷം എത്തുമ്പോൾ നെഞ്ചത്തടിച്ച് നിലവിളിച്ചുകൊണ്ടിരിക്കുക. കാര്യം ഇപ്പോഴും ഡ്രഡ്ജിംഗ് പൂർണ്ണമായി നടക്കുന്നില്ല. ഏറ്റവും കൂടുതൽ ടൂറിസത്തിന് അനന്തമായ സാധ്യതയുള്ള മണ്ണാണ് ചിറയൻകീഴിൻ്റെ മണ്ണ്. എന്ത് നേട്ടം കൊണ്ടുവരാൻ കഴിഞ്ഞു? ചെറുപ്പക്കാർക്ക് ജോലി ചെയ്യുവാൻ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും മുന്നോട്ട് പോകാനുള്ള സംവിധാനങ്ങൾ ഒരുക്കുവാൻ ഇന്ന് വരെ കഴിഞ്ഞിട്ടില്ല. പരമ്പരാഗത വ്യവസായങ്ങൾക്ക് പേരുകെട്ട മണ്ണാണ് ചിറയൻകീഴിൻ്റെ മണ്ണ്. ആ പരമ്പരാഗത വ്യവസായങ്ങൾ പൂർണ്ണമായി തകർച്ചയിലായി. അപ്പോൾ സമസ്ത മേഖലയിലും പരാജയപ്പെട്ടു പോയി. കുടിവെള്ളം അതാണ് ഏറ്റവും ആവശ്യം അതാണല്ലോ. കുടിവെള്ളം പോലും കൊടുക്കാൻ കഴിയാത്ത ഗവൺമെൻറ്റുകളാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. അതിനൊരു മാറ്റം ഉണ്ടാകണം. ആ മാറ്റം ജനങ്ങൾ ആഗ്രഹിക്കുന്നു. അത് തന്നെയാണ് ഞങ്ങളുടെ വിജയപ്രതീക്ഷ. പൂർണ്ണ ആത്മവിശ്വാസത്തിലാണ്. 100% ആത്മവിശ്വാസത്തിൽ കൂടിയാണ് ഞാൻ ഇപ്പോൾ ഈ പ്രചരണം നടത്തിക്കൊണ്ട് പോകുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അതിൻ്റെ പ്രതിഫലനമൊക്കെ ഈ നാട്ടിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നു. ഒരു സംശയവും എനിക്കില്ല. ഈ തിരഞ്ഞെടുപ്പിൽ ഭാരതീയ ജനതാ പാർട്ടിക്കൊപ്പം ഈ നാട്ടിലെ ജനങ്ങൾ, സാധാരണക്കാർ, പാവങ്ങൾ, പട്ടിണിയും പരിവട്ടവുമായി നിൽക്കുന്ന പാവങ്ങൾ എല്ലാവരും നമ്മോടൊപ്പം നിൽക്കും. ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടതാണ്. കഴിഞ്ഞ ദിവസം ഇവിടെ ഒരു ചെറിയ മഴയുണ്ടായിരുന്നു. ഞാനന്നൊരു പട്ടികജാതി കോളനിയിൽ ഉണ്ടായിരുന്നു. നിങ്ങളൊന്ന് ആലോചിച്ച്, ഇപ്പോഴും ഈ ചൂടത്തും ടാർപോളിൻ വലിച്ചു കെട്ടി കിടക്കുന്ന ഗതികെട്ട അവസ്ഥ. നിങ്ങൾ ഇവിടുത്തെ പല കോളനികളിലും പോയിക്കോ. ഒരുത്തൻ്റെ വീട്ടിൽ തട്ടായിരിക്കുന്ന പ്രദേശത്ത് ടോയ്ലറ്റ് പൊട്ടി ഒലിച്ചാൽ മറ്റൊരുത്തൻ്റെ വീട്ടിൽ അടുക്കളയിലൊക്കെ കിടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അത് ചിറയൻകീഴാണ്. നിങ്ങൾ ചിറയൻകീഴ് കടകം എന്ന് പറയുന്ന പ്രദേശം ഒന്ന് നോക്ക്. ഇപ്പോഴും അവിടെ ഇപ്പോഴും ഇങ്ങനെ ആളുകളെ താമസിക്കുന്നു കേട്ടാൽ നെഞ്ച് പൊട്ടിപ്പോകും. ഞാൻ കഴിഞ്ഞ ദിവസം തൊഴിലുറപ്പ് സങ്കേതങ്ങളിൽ പോയി. അഴൂർ പഞ്ചായത്തിൽ ആളുകൾ കരിച്ചില്ല. ഒരമ്മ എന്നോട് പറഞ്ഞതാണ്, ആ അമ്മ വേറെ ആരുമില്ല അമ്മയ്ക്ക്. ആ അമ്മ അഴൂർ പഞ്ചായത്തിലാണ് താമസം ഉണ്ടായിരുന്നത്. അവർക്ക് വീടില്ല. അവർ കോരാണിയിൽ ഒരു ബന്ധുവീട്ടിൽ, നമ്മൾ ഈ നിൽക്കുന്ന ഈ പ്രദേശത്ത് ഒരു ബന്ധുവീട്ടിൽ വന്ന് നിൽക്കും. എന്നിട്ട് ഇവിടുന്ന് വണ്ടിക്കൂലി മുടക്കി രാവിലെ അഴൂരിൽ തൊഴിലുറപ്പിന് പോകും. ആ തൊഴിലുറപ്പിന് പോയിട്ട് അവിടെ നിന്ന് ജോലി കഴിഞ്ഞ് തിരിച്ച് ഇവിടെ വരും. ആ അമ്മ ഇന്നലെ എന്നോട് പറഞ്ഞത് അവർ പോകുന്ന വഴിയിൽ നല്ല കയറ്റമാണ്, അവർക്ക് നടന്ന് കയറാൻ കഴിയുന്നില്ലാത്ത സാഹചര്യമാണ്. അപ്പോൾ അവിടെ ഇപ്പോൾ BJPയുടെ നേതൃത്വത്തിലൊരു ഭരണം വന്നിട്ടുണ്ട്. അവർ പൂർണ്ണമായി ആ കുടുംബത്തെ ഏറ്റെടുത്ത് സഹായിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 30 വർഷമാണ് ആ പഞ്ചായത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരിച്ചത്. ഇത് തന്നെയാണ് കേരളത്തിലും ഈ സംസ്ഥാനത്തും ഈ പറഞ്ഞ നിയോജകമണ്ഡലത്തിലൊക്കെ ഉള്ള അവസ്ഥ. ഈ അവസ്ഥ മാറണമെങ്കിൽ ജനങ്ങൾ മാറി ചിന്തിക്കും, മാറി തുടങ്ങി. ആ തുടക്കത്തിൻ്റെ കേളുകെട്ടായിരിക്കും ഈ വരുന്ന റിസൾട്ട് ചിറയൻകീഴ്. തീർച്ചയായിട്ടും അത്തരത്തിൽ ഇടത് കോട്ടയിൽ താമര വിരിയിക്കാൻ സാധിക്കുമെന്നുള്ള പൂർണ്ണ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് BJP സ്ഥാനാർത്ഥിയായിട്ടുള്ള BS അനൂപ് കളത്തിലിറങ്ങുന്നത്. ക്യാമറാമാൻ അഭിറാമിനൊപ്പം ആതിര രാധാകൃഷ്ണൻ, അമൃത ന്യൂസ്, തിരുവനന്തപുരം.